ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിരിക്കുന്നു. വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. അപ്പൂസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വീട്ടുകാരെല്ലാവരും ഒരുമിക്കാമെന്ന് ഏറ്റൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് ബന്ധുക്കളാണ് കേട്ടോ ഞങ്ങൾ ഒത്തുകൂടാന്ന് കരുതിയിരിക്കുന്നത്. നല്ല ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എങ്കിലും ഞാൻ ഈ ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കാലത്തന്നെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് നന്നായി തൂത്തുവാരി. കാരണം ഉപ്പയൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും വൃത്തികേടായി കിടക്കുന്നതുണ്ടെങ്കിൽ നല്ല വഴക്ക് കേൾക്കേണ്ടി വരും. എൻ്റെ പഴയ ചൂലൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ ചൂലുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കാൻ വളരെ എളുപ്പമായിട്ടുണ്ട്. ഇന്ന് പത്തിരിക്കുള്ള അരിയൊക്കെ കഴുകി ഉണക്കി പൊടിക്കാനുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കഴുകി ഉണക്കി എടുക്കുന്നുണ്ട്. നമ്മളിത് ടേബിളിന് മുകളിൽ നിരത്തി ഫാനിട്ട് കൊടുത്താൽ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ഇനി ഇത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്ത പടി പുഡിംഗ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ ചൈനാഗ്രാസ് ഒരു പാത്രത്തിൽ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മറ്റൊരു പാനിൽ പാൽ തിളക്കാനും വെച്ചു. 2 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് പുഡിംഗാണ്. അതിനായി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാഡ്ബറിയുടെ ഹോട്ട് ചോക്ലേറ്റ് പൗഡറാണ്. ഇത് 15 രൂപ എങ്ങാണ്ടോ ആണ് ഇതിൻ്റെ വില. ഇങ്ങനത്തെ 2 പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി ചോക്ലേറ്റ് എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ചൈനാഗ്രാസ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് ചൂടാറുമ്പോൾ നമ്മളൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകളുടെ കല്യാണം കൂടിയുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകേണ്ട ഒരുക്കൊക്കെ നടക്കുന്നുണ്ട്. വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടാണ് കേട്ടോ കല്യാണത്തിനായിട്ട് പോയത്. നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി ആയിട്ട് തന്നെ നല്ല അടുപ്പമുള്ള കൂട്ടുകാരിയാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉപ്പയും ഉമ്മയും എൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത്. രാത്രി കുടുംബസംഘം ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മ എൻ്റെ കൂടെ തന്നെ വീട്ടിൽ നിന്നു. ഉപ്പ സന്ധ്യക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നല്ല മഴയായതുകൊണ്ട് തന്നെ ഉച്ച കഴിയുമ്പോഴേക്കും ഇരുട്ടൊക്കെ പരന്ന് ആകെ സന്ധ്യ ആയ പ്രതീതിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഏതായാലും അഗർബത്തിയും ഊതും ഒക്കെ കത്തിച്ച് വെക്കുന്ന തിരക്കിലാണ്. നമ്മുടെ പുഡിംഗ് ഇപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാസിൻ്റെ ഫ്രണ്ട് യാസീൻ വന്നിട്ടുണ്ടായിരുന്നു. യാസീൻ പരിപാടിക്കൊന്നും വന്നതല്ല, അവന് ജസ്റ്റ് മാസിനെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനായിട്ട് പാലടുപ്പത്ത് വെച്ചതിനാൽ ജാസ്മിനെ അവിടെ കാവലിരുത്തിയിട്ടുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടാകും എന്താണ് ഫുഡ് ഉണ്ടാക്കുന്ന ബഹളമൊന്നും കാണാത്തതെന്ന്. ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടാണുള്ളത്. കുറച്ച് അധികം ആൾക്കാർ വരുമ്പോൾ ഫുഡിന് ഓർഡർ കൊടുക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വരുന്നവരോട് സംസാരിക്കാനും അവരെ കാത്തിരിക്കാനും സ്വീകരിക്കാനും ഒക്കെ നല്ല സമയവും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള മലയാളീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഫുഡിനൊക്കെ ഏർപ്പാട് ചെയ്തത്. അവിടെ നിന്ന് നല്ല മംഗല ബിരിയാണിയും അലീസയും ചില്ലി ചിക്കനൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ പൊറോട്ടയും ഞാൻ തന്നെ ഉണ്ടാക്കിയ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് കോഫി ഉണ്ടാക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ബ്രൂ കോഫി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
കോഫിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കുടുംബക്കാർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അവർ വന്നതിന് ശേഷം പിന്നെ ഞാൻ അവരോട് വർത്തമാനത്തിലും തിരക്കിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ മക്കളെ ഏൽപ്പിക്കാനും വിട്ടുപോയി. എൻ്റെ അനിയത്തിമാരൊക്കെ എടുത്തത് ഞാനിങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സാധാരണ നമുക്ക് ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും സമയം കിട്ടില്ല വീഡിയോസ് എടുക്കാൻ. ഒന്നാമത് നമ്മൾ എല്ലാവരെയും കൂടി കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച പരിപാടിയാണ്. അപ്പോൾ ക്യാമറയുമായിട്ട് നിൽക്കുമ്പോൾ അതിനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് കുടുംബ സംഗമത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറേ നേരം ഒത്തിരി സംസാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. വാ നടക്ക് വാ.